ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. 2024 അവസാനിക്കാനായി. ക്രിസ്മസും കഴിഞ്ഞു. ഡേറ്റ് ഇന്ന് 28ആയി. ഇനി വെറും 3 ദിവസം മാത്രമാണ് ഈ 2024 അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹിറ്റുകളും ഒരുപാട് ഫ്ലോപ്പുകളും ഒരുപാട് ഞെട്ടിക്കുന്ന സിനിമകളും അടക്കം ഒത്തിരി നല്ല സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വർഷം കഴിഞ്ഞ് 2025 വരാനിരിക്കുന്നതും ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ ഒക്കെ വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ ഹിറ്റ്സ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുടരുമാണെങ്കിലും സത്യനന്ദിക്കാട് ചിത്രമാണെങ്കിലും എമ്പുരാൻ അടക്കം ഒരുപാട് സിനിമകൾ വരാണ്ട്. ഈവൻ മമ്മൂക്കൊക്കെ ഉണ്ട്, അല്ലാതെ എല്ലാ നടന്മാർക്കും ഉണ്ട്. അതെന്തോട്ടെ 2024 അവസാനിക്കുമ്പോൾ ഒരുപിടി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പേഴ്സണലി എൻ്റെ വിശ്വാസം. ഇതിൽ ഏറ്റവും ബെറ്റർ സിനിമ ഏതായിരുന്നു? പല ആൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. കാരണം പലതും പല ജോണേഴ്സ് ആണ്. ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, മാർക്കോ, അതുപോലെ ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ ആടുജീവിതം പോലെ നോവൽ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഈവൻ ട്രൂ ഇവന്റ്സ് അങ്ങനെ വന്നിട്ടുള്ള സിനിമകളുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് ബേക്കൺ റീൽസിൽ വന്നിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, 8 മിനിറ്റ് നേരം. അതിൽ ഏകദേശ സിനിമകൾ, അതായത് മികച്ചതെന്ന് തോന്നിയിട്ടുള്ള 2024 മികച്ചത് എന്ന് തോന്നിയിട്ടുള്ള ഒരു പിടി ചിത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ലെറ്റ്സ് വാച്ച്. മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന് 2024. അതിൽ മികച്ചു നിന്നവരിൽ ഒരുപാട് പേരെ കണ്ട് നമ്മൾ അമ്പരന്നു. സിനിമാ കൊട്ടകകളിൽ കരഘോഷങ്ങൾ ഉയർത്തി. കാണാം ദ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ഓഫ് 2024. മലയാളത്തിൽ ഓൾറെഡി നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ആരാധക പിന്തുണ ഒരുപാടുള്ള ഒരു നായകൻ. അയാളുടെ കരിയറിൽ അത്രത്തോളം വർഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഈ വർഷം ഇറങ്ങുകയുണ്ടായി. ബെന്യാമിൻ എഴുതിയ ആടുജീവിതത്തെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം. 10 വർഷത്തോളം പ്രീ പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനുമായി ചിലവിട്ട സിനിമ തിയേറ്ററിൽ അതിന്റെ ഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്തു. ആകെ മൊത്തം കളക്ട് ചെയ്തത് 180 കോടിക്ക് മുകളിൽ. കേരളത്തിന് പുറത്തും ഹെവി റെസ്പോൺസ്. അതിലെ നായകനായി വന്നവൻ അയാളുടെ പീക്ക് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. കാണുമ്പോൾ തന്നെ അവർ ഉദ്ദേശിക്കുന്നതിന്റെ പീക്ക് നമ്മൾക്ക് മനസ്സിലായിരിക്കും. നജീബ് എന്ന കഥാപാത്രത്തെ അത്രയും മികച്ചതാക്കി തന്നെ അയാൾ അവതരിപ്പിച്ചു. അവസാനം ഒട്ടകങ്ങളോട് യാത്ര പറയുന്ന സീനും പൂർണ്ണ നഗ്നനായി പൈപ്പിന്റെ ചുവട്ടിലേക്ക് നടക്കുന്ന സീനുമൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി അയാൾ എത്രത്തോളം വർക്ക് എടുത്തിട്ടുണ്ട് എന്നത് ആ സീനുകളിൽ നിന്നു തന്നെ വ്യക്തമാണ്. ഇടയ്ക്ക് തടി കൂട്ടിയും പിന്നീട് അത്രയും അതിലേറെയും കുറച്ചും വർഷങ്ങളോളം നീണ്ട ഷെഡ്യൂളുകളിൽ അയാളെ തന്നെ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. അവിടെയും അയാളുടെ ആ വർഷത്തെ ഡോമിനൻസ് അവസാനിച്ചില്ല. അയാളുടെ കംഫർട്ട് സോൺ അല്ലാത്ത കോമഡിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ അയാൾ ഹിറ്റാക്കി മാറ്റി. അതിലെ ക്ലൈമാക്സിലെ ആ ഐക്കോണിക് വാക്കൊക്കെ വേറെ ലെവലായിരുന്നു. അതെ, മോളിവുഡിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവൻ പൃഥ്വിരാജ് സുകുമാരൻ. അടുത്തത് കുറച്ചു കാലങ്ങളായി ശീലിച്ച മട്ടിൽ ഹിറ്റുകൾ മാത്രം ഈ വർഷവും നൽകിയ ഒരു നായകനാണ്. കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്നും 2024 അയാൾ തുടങ്ങി. 2 സിനിമകൾ അഭിനയിച്ചു, 2ഉം സൂപ്പർ ഹിറ്റ്. അതിലെ കമേഴ്ഷ്യൽ സിനിമയായ ടെർബോയിൽ ഭേദപ്പെട്ട രീതിയിൽ കോമഡി കൈകാര്യം ചെയ്യുകയും മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത അയാളുടെ പീക്ക് പക്ഷേ നമ്മൾ കണ്ടത് അതിനും കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ആയിരുന്നു. ഭൂതകാലത്തിന്റെ ഡയറക്ടറായ രാഹുൽ സദാശിവന്റെ 2ാം സിനിമ. ഒരു കമേഴ്ഷ്യൽ സിനിമയായിരുന്നില്ല അത്. പോരാത്തതിന് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും. പക്ഷേ ക്രിറ്റിക് വാല്യൂവിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും വൻ കളക്ഷനുമായി സിനിമ മുന്നേറി. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയേണ്ടി വരും. കൊടുമൺ പോറ്റിയായി അത്രയും പെർഫെക്ഷനോടുകൂടെ തന്നെ അയാൾ സ്ക്രീനിൽ അവതരിച്ചിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ആക്ടിംഗിലെ പീക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാം. മുറുക്കിച്ചു വന്ന ചുണ്ടുകളുമായി ഒറ്റമുണ്ട് മാത്രമെടുത്ത് ചാരുകസേരയിൽ നിവർന്നിരിക്കുന്ന പോറ്റിയെ കാണിക്കുന്ന ഇൻട്രോ സീനും പോകാൻ അനുവാദമില്ലെന്ന് പറയുന്ന സീനുമൊക്കെ നമ്മൾ എത്ര തവണ അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ടാകും. അതെ, സമകാലിക മലയാള സിനിമയിലെ മോസ്റ്റ് കൺസിസ്റ്റന്റ് സ്റ്റാർ, മോസ്റ്റ് കൺസിസ്റ്റന്റ് ആക്ടർ, അവർ പ്രസന്റ് ഗോട്ട് ഓഫ് ആക്ടിംഗ് മമ്മൂട്ടി.
അടുത്തത് ഒരു ചെറിയ നായകൻ എന്ന് പറയപ്പെട്ടവന്റെ തിരിച്ചുവരവാണ്. ഉണ്ണി മുകുന്ദൻ. കഴിഞ്ഞ 5-10 വർഷങ്ങളായി ഒന്നോ രണ്ടോ സോളോ ഹിറ്റ് മാത്രം സ്വന്തമായുള്ള അയാളിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയോ പ്രതീക്ഷയോ ഇല്ലായിരുന്നു. മറ്റു ചില വലിയ ചിത്രങ്ങൾക്കൊപ്പം ഇറങ്ങിയ ജയ് ഗണേഷ് എന്ന സിനിമ പരാജയമായെങ്കിലും അതിലെ പെർഫോമൻസ് ഒക്കെ OTTക്ക് ശേഷം അത്യാവശ്യം ജനസമ്മതി കിട്ടിയതായിരുന്നു. പക്ഷെ അയാളുടെ മോസ്റ്റ് ഹൈപ്ഡ് മൂവി വരാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റുകൾ ആ സിനിമയ്ക്ക് റിലീസിന് മുന്നേ ഉണ്ടായിരുന്നു. പലർക്കും പടത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സിനിമ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി. ജനപിന്തുണ അധികമില്ലാതിരുന്ന അയാളുടെ ഇൻട്രോ സീൻ മുതൽ ആരാധകർ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. ഇത്രയും നാൾ കണ്ട അയാളല്ല അവിടെ നിൽക്കുന്നത്. സ്ക്രീനിൽ നിറയുമ്പോഴെല്ലാം അത്രത്തോളം സ്ക്രീൻ പ്രസൻസ്. സ്വാഗ് എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്നോളം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. KGF-നെ ഓർമ്മിപ്പിച്ച ഇൻട്രോ സീനൊക്കെ മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്റർവെൽ ഫൈറ്റ്, സ്റ്റെയർകേസ് ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്, ഓരോന്നിലും രോമാഞ്ചം ഉണ്ടാക്കിക്കൊണ്ട് അയാളുടെ സ്ക്രീൻ പ്രസൻസ് തിയേറ്ററുകളിൽ കയ്യടി ഉണ്ടാക്കി. ക്ലൈമാക്സിലെ ഡ്രസ്സപ്പ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓറയുണ്ട്. മലയാള സിനിമ കാലങ്ങളായി കാത്തിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. പ്രതീക്ഷിച്ചതിന് 100 ഇരട്ടി തന്ന, വിമർശകരെ ഓരോന്നായി ആരാധകരാക്കി മാറ്റിയ മാർക്കോ. അതെ, മലയാള സിനിമയുടെ പുതുപുത്തൻ ആക്ഷൻ സ്റ്റാർ, വൺ ആൻഡ് ഓൺലി ഉണ്ണി മുകുന്ദൻ. അടുത്തത് ഈ വർഷത്തെ എന്നല്ല, മലയാള സിനിമാ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം 1 വർഷത്തിന് മുന്നേ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന ലോ ഹൈപ്പ് സിനിമ തിയേറ്ററിൽ വലിയ ഓളം തന്നെ സൃഷ്ടിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് അതിലെ ഒരു ക്യാരക്ടറിന്റെ മാനറിസം പോലെ അയാൾ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. അതും നായകനായി അന്നത്തെ തന്നെ ഏറ്റവും ക്രിറ്റിക് വാല്യൂ ഉള്ള നടനും. അത്യാവശ്യം പ്രതീക്ഷകൾ സിനിമയ്ക്കുണ്ടായിരുന്നു. ട്രെയിലറെല്ലാം വൻ ജനസമ്മതി നേടിയെടുത്തു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനും ഒത്തിരി അപ്പുറമായിരുന്നു സിനിമ. ഒരുപാട് പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്ന സിനിമ ദിവസങ്ങൾ കൂടുന്തോറും തിയേറ്ററിൽ ആളുകളെ കുത്തി നിറച്ചു. ആ നായകന്റെ വൺ മാൻ ഷോ ആയിരുന്നു ആ സിനിമ. അയാളെ ഡയറക്ടർ അഴിഞ്ഞാടാൻ വിട്ട പോലെ. ഫൈറ്റിന് ഫൈറ്റ്, ആറ്റിറ്റ്യൂഡിന് ആറ്റിറ്റ്യൂഡ്. പക്ഷെ എടുത്തു പറയേണ്ടത് ഹ്യൂമർ തന്നെയായിരിക്കും. സിനിമ തുടങ്ങിയ അവസാനം വരെ തിയേറ്ററിൽ ചിരി നിർത്തിയിരുന്നില്ല. ഇമോഷൻസും മികച്ച രീതിയിൽ പോർട്രേ ചെയ്യപ്പെട്ടിരുന്നു. ചുമരിൽ നോക്കി കരയുന്ന സീനൊക്കെ സോഷ്യൽ മീഡിയകളിൽ എന്നും കാണുന്നതായിരിക്കും. മോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതായി പോകുന്ന ഒരു ചെറിയ സീൻ പോലും തന്ന ഇമ്പാക്ട് വലുതായിരുന്നു. ഒരു സിമ്പിൾ ഇൻട്രോയിൽ തുടങ്ങി ടേബിളിൽ കൈകൊണ്ടടിച്ച് പവർ കാണിച്ച സീനിലൂടെ കോമഡിയും ആക്ഷനും ഇമോഷനും നിറച്ച കഥാപാത്രം ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി. 130 കോടിയോളം നേടിയ സിനിമ OTT റിലീസിനു ശേഷം വേറെ ലെവലിലേക്ക് മാറി. ഹിന്ദിക്കാരൊക്കെ രംഗ എന്ന കഥാപാത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. യൂട്യൂബിലൊന്ന് പരതി നോക്കിയാൽ രംഗണ്ണൻ ഇന്ത്യൻ സിനിമ ആരാധകരിൽ മൊത്തമായി ഉണ്ടാക്കിയ ഇമ്പാക്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അതെ, ആവേശം എന്ന സിനിമയിലൂടെ കുട്ടികളെയും യൂത്തിനെയും ഫാമിലിയെയും ഒരുപോലെ കയ്യിലെടുത്ത നമ്മുടെ രംഗ. ഇവനെ പടച്ചുവിട്ട കടവുകൾക്ക് 10-ൽ 10. യെസ്, മോസ്റ്റ് പ്രോമിസിംഗ് ആൻഡ് ഇവോൾവിംഗ് ആക്ടർ ഫഹദ് ഫാസിൽ. These two. Oh, മഞ്ഞുമ്മൽ പോൾ, പ്രേമലു, വർഷം സൂക്ഷ്മദർശിനി. പടത്തിന്റെ പേര് ഗഗനചാരി. ഭോഗനല്ലേ ചിന്താകാം. ഇതെന്തിനാണ്? ഓക്കെ, ഈ ലിസ്റ്റിൽ Hold on. It's still an empty chair. അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ? അലസമാം നിൻ കൂന്തൽ ചൂലുകൾ മോഹത്തിൻ മന്ത്രം
നിവിൻ പോളിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ നല്ലൊരു തിരിച്ചുവരെ ഇതില് കുറച്ച് സമയം കൂടി ലെങ്ത് കുറച്ചുകൂടി എടുത്തിട്ടുണ്ടെങ്കിലും പ്രോപ്പറായി തന്നെ പറയേണ്ടുന്ന സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമ, ഞെട്ടിച്ച സിനിമ. അതുപോലെ തന്നെ അതിന്റെ കൂടെ പറയേണ്ട സിനിമയാണ് റൈഫിൾ ക്ലബ്. അയ്യോ, വീണ്ടും വീണ്ടും പറയണം, ഓരോ പ്രാവശ്യം മാർക്കോനെ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കോ സിനിമയിൽ മുങ്ങിപ്പോയതാണ് റൈഫിൾ ക്ലബ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗംഭീര സിനിമയായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ദയവേത് കാണാൻ ശ്രമിക്കുക. സൂപ്പർ സിനിമയാണ്. റൈഫിൾ ക്ലബ് ഒക്കെ ഇതിൽ തന്നെ ചേർത്ത് പറയാം. പ്രേമലു സൂപ്പർ സിനിമയാണ്. ഇതിൽ ബെസ്റ്റ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നത് എല്ലാം ബെസ്റ്റ് ആണ് അതത് ജോണറിൽ. ഇപ്പൊ പ്രേമലു റൊമാൻറ്റിക് കോമഡി സാധനമാണെങ്കിൽ അത് ബെസ്റ്റ് ആണ്. ആവേശം കോമഡി എന്റർടൈനർ, പക്ക എന്റർടൈനർ ആണ്. അത് കിടിലൻ സിനിമയാണ്. അത് ആ ജോണറിൽ അത് ബെസ്റ്റ് ആണ്. പിന്നെ പോറ്റി ടീമാണെങ്കിൽ, അതായത് നമ്മുടെ ഭൂതകാലാണെന്നുണ്ടെങ്കിൽ ഹൊറർ ജോണറിൽ കിടിലൻ സാധനമാണ്. മിസ്റ്ററി ഹൊററിൽ ബെസ്റ്റ് സാധനമാണ്. പിന്നെ അങ്ങനെ എല്ലാം ഏത് സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് അതത് ജോണറിൽ ബെസ്റ്റ് ആണ്. ഇപ്പൊ മാർക്കോ ആണെങ്കിൽ ദി മോസ്റ്റ് വയലന്റ് മലയാളം ഫിലിം, കണ്ണും മുട്ട നമുക്ക് പറയാം, ഒരു ഡൗട്ടും അതിൽ വേണ്ട. സോ അങ്ങനത്തെ സിനിമയാണ്. അപ്പൊ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകൾ അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ വന്നിട്ടുള്ള സിനിമയാണ്. മമ്മൂക്കിന്റെ കാര്യത്തിൽ മാത്രം ഡൗട്ട്. കാരണം ഡൗട്ട് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക് ഇതിനു മുമ്പ് ഇതുപോലെ പല സിനിമകളിലും ബെസ്റ്റ് പെർഫോമൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റുകളിൽ ഒന്നെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റുള്ള നടന്മാർ, ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ആടുജീവിതം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും നല്ല സിനിമ ചോദിച്ചു കഴിഞ്ഞാലും എടുത്തു പറയൽ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഡിസേർവ് ചെയ്യുന്നത് പൃഥ്വിരാജാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും വർഷത്തെ കഠിനാധ്വാനം, അതായത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയും ഡെഡിക്കേഷൻ ആ സിനിമയുടെ പിന്നിലെ ആ കഥാപാത്രമാകാൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുകയും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, ആ കഥയും മറ്റും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് പൃഥ്വിരാജ് ഫോർ ആടുജീവിതം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ വീണ്ടും പറയുന്നു, എനിക്ക് ഏറ്റവും ബെസ്റ്റ് നടൻ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് തോന്നിയിട്ടുള്ളത് ആടുജീവിതം തന്നെയാണ്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം പക്കയാണ്. എന്നാൽ പോലും കുറച്ചും കൂടെ ഡിസേർവ് ചെയ്യുന്നത്, ഉള്ളതിൽ കുറച്ചും കൂടെ ഒരു പൊട്ടിക്കെങ്കിലും ഡിസേർവ് ചെയ്യുന്നത്, കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത് പൃഥ്വിരാജ് ഫോർ ആടുജീവിതം. നജീബ്.